വാ. അഖില, നീ എന്താ ഇങ്ങനെ? ഏതെങ്കിലും ഒരു ജോത്സ്യൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച്? അതല്ല കൃഷ്ണേട്ടാ, ഇത് നിങ്ങൾ പറയുന്ന പോലെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഈ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നവും ജാതകം നോക്കിയ ജോത്സ്യൻ അങ്ങനെയാ. ചില നേരങ്ങളിലും ചിലയിടങ്ങളിലും പാലിക്കേണ്ട ഉചിതമായ തീരുമാനം മൗനമാണ്. ആ മൗനം ചില വലിയ പൊട്ടിത്തെറികളെ നിഷ്പ്രയാസം നിർവീര്യമാക്കും. ജോത്സ്യനേക്കാൾ അപ്പുറമല്ലേ അല്ല ഈശ്വരൻ? അവിടുത്തെ നിശ്ചയം പോലെയല്ലേ എല്ലാ കാര്യങ്ങളും നടക്കും. ആ ഈശ്വരന്റെ നിശ്ചയങ്ങൾ കണക്ക് വെച്ച് എഴുതി പറയുന്നവരാ ജോത്സ്യന്മാർ. അവരുടെ മനക്കണ്ണിൽ തെളിയുന്നതല്ലേ അവര് പ്രവചിക്കുന്നത്. അവർക്കും തെറ്റുപറ്റും. ജോത്സ്യന്മാർക്കും നല്ല സമയവും മോശ സമയവും ഉണ്ട്. കണക്ക് കൂട്ടലുകൾ അവർക്കും പിഴയ്ക്കും. ഗുരുജി പറഞ്ഞതുപോലും പഴിച്ചിട്ടില്ലേ? അമ്മേ, അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. വാ, അമ്മ ഒന്ന് ആഹാരം കഴിക്ക. നീ എന്താ ഈ പറയുന്നത്? മനസ്സിന് വല്ലാതെ പ്രശ്നങ്ങളുള്ളപ്പോ ആഹാരം കഴിക്കാൻ പറ്റുമോ? എങ്ങനെ ഇറങ്ങും? അഖിലെ, ജോത്സ്യന്മാർ ഇങ്ങനെ പറയുന്നതൊന്നും പുതിയ കാര്യമല്ലല്ലോ. അതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധികളും ഉണ്ടാവും. എന്തായാലും നാളെ രാവിലെ അതറിയാമല്ലോ. നീ വന്ന് ഭക്ഷണം കഴിക്കാന്നോ? അമ്മേ, ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കിരിക്കുന്നത് ശരിയല്ല. അമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ല. വാ, അമ്മ ഒന്ന് ആഹാരം കഴിക്ക. ഇല്ല, ഇതിലൊരു തീരുമാനമാകുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ജലപാനം പോലും ഉണ്ടാവില്ല. എല്ലാം നാളെ രാവിലെ 8:30 മണിക്ക് ശേഷം. നിങ്ങൾ പോയി ആഹാരം കഴിക്കുക. ചെല്ല്. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനൊരു തീരുമാനം എടുത്താൽ മാറ്റം ഉണ്ടാവില്ല എന്നറിയില്ലേ? നിന്ന് സമയം കളയണ്ട, പോയി ആഹാരം കഴിക്കുക. പോ. എന്റെ ഗംഗേ, അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട സ്ഥലത്തേക്ക് ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. കാണാൻ പോകുന്ന പൂരം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ പൂരവും വെടിക്കെട്ടും ഒക്കെ ഉടനെ നടക്കും. നമ്മൾ വെറുതെ പ്രേക്ഷകരായി നിന്നാ മതിയെന്നേ. അടുക്കളക്കാരുടെ അന്ത്യം കാണാൻ പറ്റും ആന്റി. അന്ത്യോ? അവളുടെ പട്ടടയെന്ന് ഒരു പിടി ചാരം വാരി ഈ തൃച്ചംബരത്തിന്റെ മുറ്റത്ത് കോലം വരച്ചിട്ടേ അടങ്ങൂ ഈ വിലാസിനി. ഓ, കൃത്യം എന്തൊരു ആത്മബന്ധ. ആ സമയത്ത് തന്നെ കറക്റ്റ് അവള് വിളിച്ചോളൂ. ആരാ ആന്റി? ആ, നിന്റെ ചേച്ചി, അല്ലാതാരാ? ഓ, ഹലോ പ്രിയങ്കേ. ആന്റി, ആ, എല്ലാം ഗംഗ പറഞ്ഞു ഞാൻ അറിഞ്ഞു. ആ, ഗംഗയുണ്ടോ അടുത്ത്? ആ ഉണ്ടല്ലോ. ഫോൺ സ്പീക്കറിലിട്ടെ. ആ, പ്രിയങ്കേ, സന്തോഷായില്ലേ? സന്തോഷായി ആന്റി. ഇനി ഓരോ നീക്കവും വളരെ ബുദ്ധിപരമായിരിക്കണം. ആ, അതെ. ഇനി എരിയുന്ന തീയിലേക്ക് അല്പം നെയ്യൊഴിച്ചു കൊടുക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. ഇതിപ്പോ കാട്ടുതീ പടരുമ്പോ കാറ്റും കൂടി വന്ന എങ്ങനെ ഇരിക്കും? അതുപോലെയായി. കാറ്റല്ല പ്രിയങ്കേ, കൊടുങ്കാറ്റല്ലേ ആഞ്ഞടിക്കാൻ പോകുന്നേ. തൃച്ചംബരത്തിന്റെ അടിത്തോണിന്റെ ആദ്യം ഇളകുന്നത് ഞാൻ നോക്കുക ആന്റി. ഇനി ഇറങ്ങി റോള് കളിക്കാനുള്ളത് ആന്റിയാ. മനസ്സിലായി പ്രിയങ്കേ. ഇരുമ്പ് ചുട്ടു പഴുത്തു വരുമ്പോൾ വേണമല്ലോ അടിച്ചു പരത്താൻ എന്നല്ലേ നീ പറഞ്ഞു വന്നതിന്റെ അർത്ഥം?
ആ കാര്യത്തിൽ ഈ വിലാസിനിക്ക് ഡോക്ടറേറ്റ് അല്ലേ? ശരി, നീ വെച്ചേക്ക്. ഞാൻ ചമയങ്ങളൊക്കെ ഒന്ന് അണിയട്ടെ. ഗംഗേ, ദേ പ്രിയങ്ക പറഞ്ഞതിന്റെ പൊരുളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ദേ ഇനി ഞാൻ പറയുന്ന പോലെ വേണം നീ കേക്കാൻ. ഞാൻ എന്ത് വേണമെന്ന് ആന്റി ഇങ്ങ് പറഞ്ഞാ മതി. ഗംഗേ, പൂരത്തിനൊരു ഓളം കൂട്ടാൻ മട്ടന്നൂരിന്റെ ഒരു മേളക്കൊഴുപ്പു ഇരിക്കട്ടെ. ആന്റി എന്താ ഉദ്ദേശിച്ചേ? നിന്റെ വാടക അച്ഛനെയും അമ്മയും ഇവിടെ വരുത്തണം, നിന്റെ കല്യാണ തീയതി കുറിക്കാൻ. അപ്പോ മറുപടി പറയാൻ വാക്കുകളില്ലാതെ തലകുനിച്ചു നിൽക്കുന്ന അഖിലാണ്ടേശ്വരി എനിക്ക് കാണണം. ദ ഗ്രേറ്റ് അഖിലാണ്ടേശ്വരിയെ വിളിക്കേ വേഗം. ഞാൻ അഖിലയുടെ അടുത്തേക്കൊന്ന് പോവാ. ഒന്നുകിൽ ഒരു കൂട്ടക്കൊല, അല്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ. ഹലോ, ഗംഗേ, ആകെ തകർന്ന മട്ടിലെ അഖിലേച്ചിയുടെ ഇരിപ്പ്. ആ മനസ്സിലെ കടന്നൽ കൂട് ഒന്നിളക്കി വിട്ടാലോ? ചേച്ചി, എന്തൊരിപ്പാ ചേച്ചി ഇത്? ആകെ തളർന്ന് ക്ഷീണിതയായി. എന്താ ചേച്ചി ഇത്? ആ മുഖത്തെ ചൈതന്യമൊക്കെ അപ്പാടെ അങ്ങ് പോയി. എന്തൊരു കലയായിരുന്നു ഈ മുഖത്ത്. പെൺസിംഹത്തെ പോലെ തല ഉയർത്തി പ്രൗഢിയോടെയുള്ള ഇരിപ്പ് കണ്ട ആരും പേടിച്ചോച്ചാനിച്ച് നിൽക്കും. അത് തൃച്ചംബരത്ത് ഒരു ഐശ്വര്യം തന്നെയായിരുന്നു. 7 തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞിരിക്കുന്നത് പോലത്തെ ഐശ്വര്യമായിരുന്നു. ഇതിപ്പോ പടുതിരി ആളുന്ന പോലെ ആയി. അയ്യോ, ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇവിടെ എന്റെ ചങ്ക് പൊളിയുവാ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ അത് അസൂയ കൊണ്ടാണെന്ന് പറയും. എനിക്കങ്ങനെ ഒരു ദുഷ്പേരും ഉണ്ടല്ലോ. അയ്യോ, എങ്കിലും ചേച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ എല്ലാം കാരണക്കാരി അവള് തന്നെയാ, ആ അടുക്കളക്കാരി. ആ, കല്യാണി നല്ല പെണ്ണ. ഒരയ്യോ പാവം. എന്തു നല്ല സ്വഭാവം, എന്തു നല്ല പെരുമാറ്റം. അയ്യോ, ആർക്കും കാണുമ്പോ തന്നെ ഇഷ്ടപ്പെടും. ഇതെന്താ ഈ ആന്റി തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത്? ഇനി പേടിച്ചിട്ടാണോ? പക്ഷേ അവളുടെ ആദ്യത്തെ സ്വഭാവമൊക്കെ പിന്നെ അങ്ങ് മാറി. അവള് നമ്മുടെയൊക്കെ തലയെ കയറി അങ്ങ് നിരങ്ങാൻ തുടങ്ങിയല്ലോ. അതിനൊക്കെ കാരണം നമ്മള് തന്നെയാ. ഒരു ഡ്രൈവറുടെ മകൾക്ക് നമ്മൾ വേണ്ടാത്ത പരിഗണനയൊക്കെ കൊടുത്തു. ഇപ്പൊ ശരിയായ വഴിക്ക് വരുന്നുണ്ട്. ഈ ആന്റി വിളഞ്ഞ വിത്ത. നേരായിട്ട് പറയുകയാണെങ്കിൽ ഈ തൃച്ചംബരത്ത് നടക്കുന്ന മുഴുവൻ കുഴപ്പത്തിന്റെയും കാരണക്കാരി ആ അടുക്കളക്കാരി പെണ്ണ. ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കരുതേ.
ചേച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ടേ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്ര സന്തോഷമുള്ള കുടുംബമായിരുന്നു നമ്മുടേത്. എല്ലാരും തമ്മിൽ എന്ത് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ഈ അടുക്കളക്കാരി ഇങ്ങോട്ട് എന്ന് കേറി വന്നോ അപ്പം മുതല് പോയി ഇവിടുത്തെ സമാധാനം. അവള് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി തരും. അത് ശരിയാ. അതല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം അവളെ കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ നാണക്കേടാണോ അവൾ ഈ തൃച്ചംബരത്ത് ഉണ്ടാക്കിയെന്ന് അറിയോ? ഈ മൗനം എനിക്ക് അനുകൂലം. കലുഷിതമായ മനസ്സിലേക്ക് വിഷം കയറ്റാനും ഒരു രസം. എന്തായാലും എയ്ത് വിടുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാ പായുന്നത്. അവളെ കല്യാണം കഴിപ്പിക്കാൻ ചേച്ചി എന്തൊക്കെ പാടുപെട്ടു, എത്ര കല്യാണങ്ങൾ ഉറപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ദേ, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ അപമാനിതയായി നിൽക്കേണ്ടി വന്നില്ലേ ചേച്ചിക്ക്? അത് മാത്രോ? ആനന്ദിന് പേര് ദോഷം ഉണ്ടായില്ലേ? ചെമ്പരത്തെ ആനന്ദകൃഷ്ണ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്കിനി വേണ്ടാന്നർത്ഥം. അല്ല, അങ്ങനെ ആനന്ദിനെ പഴി കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകന് അടുക്കളക്കാരിയുടെ പേരിൽ പഴി കേൾക്കേണ്ടവനാണോ? അല്ല. എന്തൊരു ബുദ്ധി. പക്ഷേ തീയില്ലാതെ പുകയുണ്ടാകൂന്ന് നാട്ടുകാര് ചോദിച്ചാ നമ്മൾ എന്ത് മറുപടി പറയും? ഈ വിലാസിനി ആന്റി വക്കീലായിട്ട് നന്നായിരുന്നേനെ. എന്തൊരു വാചകസർത്താ. ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ടതിന്റെ കാരണങ്ങളെല്ലാം അവൾ ഒറ്റ ഒരുത്തി വരുത്തി വെച്ചതാ. തന്നെയുമല്ല, ഇവിടെ കല്യാണിയുടെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ആനന്ദ് ഓടി വന്ന് ഇടപെടും. അവക്ക് വേണ്ടി വക്കാലത്ത് പറയും, അവളെ രക്ഷിക്കും. അവൾക്ക് വേണ്ടി സ്വന്തം അമ്മയുടെ നേരെ പോലും അവൻ കയർത്ത് സംസാരിച്ചു തുടങ്ങിയല്ലോ. അല്ല, വേലക്കാരിയുടെ കാര്യത്തിൽ ഇടപെടാൻ അവൻ എന്താ ഇത്ര താല്പര്യം? അതിനൊക്കെ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിയുടെ 25ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് എന്താ സംഭവിച്ചത്? ആ വൃത്തികെട്ടവള് കാരണമല്ലേ തീപിടുത്തം ഉണ്ടായത്? ഒരു അപശകുനം പോലെ കുടുംബ ഫോട്ടോ വീണ് തകർന്നത്. ശേഷം അരവിന്ദിന്റെയും നന്ദനയുടെയും നിശ്ചയത്തിന് എന്താ സംഭവിച്ചേ? ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. അത് മുടങ്ങാനും കാരണക്കാരി ഇവളല്ലായിരുന്നോ ഈ കല്യാണി? ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. പ്ലീസ്, ഞങ്ങൾ എങ്ങും വിട്ടേക്ക്.
അമ്മയ്ക്ക് ലജ്ജയില്ലേ ഇവരുടെ ഒക്കെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ? ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരാ തൃച്ചംബരത്തെ ജന്മങ്ങൾ. അത്രയും പേരുടെ മുന്നിൽ നിന്ന് ചേച്ചി നാണം കെട്ട് തല കുനിച്ച് നിന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ചേച്ചി. അരവിന്ദിന്റെയും നന്ദനയുടെയും കല്യാണം മുടങ്ങണം. അതേസമയം തന്നെ ആ കല്യാണി തൃച്ചംബരത്ത് നിന്നും പുറത്താകണം. മനസ്സിലായില്ലേ? ഒരേറിന് 2 മാങ്ങ, അതായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയാ ആ അടുക്കളക്കാരിയും അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തത്. അതെല്ലാം പോട്ടെ. ആനന്ദിന്റെ കല്യാണം വരെ കല്യാണി ഈ തൃച്ചംബരത്ത് വരാൻ പാടില്ല, ചേച്ചിയുടെ കൺമുൻപിൽ പെടാൻ പാടില്ല എന്നൊക്കെ ചേച്ചി ഓർഡർ ഇട്ടത് ഓർമ്മയില്ലേ? ഞങ്ങളെല്ലാം അത് അംഗീകരിച്ചതാണ്. എന്നിട്ടെന്താ സംഭവിച്ചേ? ആനന്ദ് അവൾ ഇവിടെ വന്നേ പറ്റൂന്ന് പറഞ്ഞു. അവക്ക് വേണ്ടി വക്കാലത്ത് നടത്തി അവളെ ഇവിടെ വരുത്തിച്ചു. ഭയങ്കരം തന്നെ. ദേ, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ആ ജോത്സ്യൻ പറഞ്ഞത് ശരി തന്നെയെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആനന്ദേട്ടൻ ആനന്ദേട്ടൻ കരുതുള്ളിയാണല്ലോ വരുന്നത്. ഇന്ന് വിലാസിനെ ആന്റി വാങ്ങിച്ചു കൂട്ടും. ഇളയമ്മ കല്യാണിയുടെ കുറ്റങ്ങൾ നിരത്തി പറയുന്നത് കേട്ടല്ലോ. ഇളയമ്മയെ കൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ ദോഷങ്ങളുടെ ലിസ്റ്റ് ഞാനും അങ്ങോട്ട് പറയട്ടെ. എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട് വിശേഷങ്ങൾ. എന്താ പറയട്ടെ? അമ്മയോട് ആവശ്യമില്ലാത്തതൊന്നും ഓതി കൊടുക്കരുത്. എല്ലാ സമയത്തും എനിക്കിതുപോലെ ക്ഷമ കിട്ടിയെന്ന് വരില്ല. അത് മനസ്സിലാക്കിക്കോ ഇളയമ്മ. ആനന്ദ്, വിലാസിനി എന്തു പറഞ്ഞിട്ടാ നീ അവളോട് ദേഷ്യപ്പെടുന്നത്? വിലാസിനി പറഞ്ഞത് ശരിയല്ലേ? അവള് പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ്? എന്താ അമ്മ ഈ പറയുന്നത്? നോക്ക്, കല്യാണി നല്ലവള് തന്നെയാ, പാവം. പക്ഷേ അവള് കാരണം ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുക. അവള് കാരണം ഈ കുടുംബത്തിൽ എന്തേലും നന്മയുണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയേ, അങ്ങനെ അങ്ങോട്ട് ചോദിക്ക്. അമ്മ ഇന്നലകളൊന്നും മറക്കരുത്. എന്റെ അച്ഛൻ നമ്മുടെ കൂടെ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉള്ളത് ഈ കല്യാണി കാരണമാണെന്ന് അമ്മ മറക്കരുത്. എന്താ ആനന്ദേ, കല്യാണി അച്ഛനെയും അമ്മയൊക്കെ രക്ഷിച്ച ചരിത്രം പറഞ്ഞ് അവളെ അങ്ങ് കേമത്തിയാക്കുകയാണോ? അതൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നുന്ന ഒരു വേലക്കാരി ചെയ്യേണ്ടത് തന്നെയാ. സാധാരണ വീട്ടിലെ വേലക്കാർ യജമാനന്മാരോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ്. അവൾക്ക് ഈ വീട്ടിൽ ജോലി കൊടുത്തതിന്റെ കടപ്പാട്. അല്ലാതെ ജീവൻ രക്ഷിച്ചു എന്നും പറഞ്ഞ് നടക്കുന്നത് വലിയ കാര്യമൊന്നും അല്ല. അവൾ ഇവിടുത്തെ ഡ്രൈവറുടെ മകളും ഇവിടുത്തെ വേലക്കാരിയുവാ. അത് നീ മറക്കണ്ട. ജീവൻ കൊടുത്തു പോലും ജീവൻ. മുതലാളി വേലക്കാരൻ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെയൊക്കെ കാലത്ത്. നിങ്ങളെപ്പോലെയുള്ളവർ. കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇന്നതില്ല. സ്വന്തം കൈവിരലുകളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയും ദുഷ്ടതകളുടെയും കണക്കുകൾ എണ്ണാൻ തുടങ്ങിയാൽ കല്യാണിയുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലും ഇളയമ്മയ്ക്ക് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് ഇപ്പൊ ഇളയമ്മ തൽക്കാലം നിർത്ത്. കല്യാണി ജീവൻ രക്ഷിച്ചതൊക്കെ വിട്. ഒരു സമയത്ത് ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചതാരാ? അതൊക്കെ എന്റെ അമ്മ മറന്നുപോയോ?